ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും വാശി പിടിക്കാറുണ്ട്. ചിലത് വാശി അച്ഛനും മക്കളും തമ്മിലാകാം, അല്ലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം. പലതരത്തിലുള്ള ചിലർക്ക് ചില കണ്ടുപിടുത്തങ്ങൾ അത് നടത്തിയേ മതിയാവൂ എന്നുള്ള വാശി. അങ്ങനെ പലതരത്തിലുള്ള വാശികളുണ്ട്. നല്ല വാശികൾ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, അതുപോലെ പിടിവാശികൾ അത് അത്ര നല്ലതാണോ എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പിടിക്കുന്ന മുയലിന് നാല് കൊമ്പെന്ന് പറയുന്നത് പോലെ തന്നെ ആ, അവരവരുടേതായ പക്ഷത്ത് ന്യായം സമർത്ഥിച്ചുകൊണ്ട് അവര് ആ വാശിയിൽ പിടിവാശിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വാശിയോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മുടെ അത് സഫർ ചെയ്യുന്നത് കുട്ടികളായിരിക്കും. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ആ ആ ആ പിടിവാശിയിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നമ്മുടെ കുട്ടികളാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ വാശിയെക്കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് പലരുടെയും മാറ്റാൻ പറ്റാത്ത വാശിയുടെ വിജയമായിരുന്നു ഓരോ ബന്ധത്തിന്റെയും അകൽച്ച എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓ, വാക്ക് ഏറ്റവും നല്ല ഒരു ആപ്തവാക്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ആ മഞ്ഞുരുകൽ കുറച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വളരെ സന്തോഷമായിരിക്കും. ആ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വാശിയോ പിടിവാശിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കമന്റ് ചെയ്യണം. വാശിയാണോ അതോ പിടിവാശിയാണോ?